ചില സ്വപ്നങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. ചില ദർശനങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. പിതാക്കന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത് ചില സ്വപ്നങ്ങളാണ്. യോസഫിനെ പരിശോധിച്ച് യോസഫിന്റെ നിലവാരം മാറ്റിയത് സ്വപ്നമാണ്. ഹലോ, സ്വപ്നം കണ്ടത് കൊണ്ടായില്ല, ആ സ്വപ്നത്തിന്റെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ഹലോ, ആ സ്വപ്നം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ആ സ്വപ്നം പൂർത്തീകരിക്കാതിരിക്കാൻ നിന്റെ ജീവിതയാത്രയിൽ പിശാച് പല കെണികളും വഴികളും ഒക്കെ ഒരുക്കി കാത്തിരിപ്പുണ്ട്. എന്നാൽ ആത്മാവുള്ളവർ അതിനെയെല്ലാം ജയിച്ച് തന്റെ പേരുള്ള സ്വപ്നത്തിന്റെ നിവർത്തിക്കാൻ, തന്റെ പേരുള്ള ദർശനത്തിന്റെ നിവർത്തിക്കാൻ മുൻപോട്ട് ധൈര്യത്തോടെ അവൻ യാത്ര ചെയ്യുവാനിടയാണ്. യോസഫിന്റെ മേൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. യോസഫ് ഒരു സ്വപ്നം കണ്ടു. പക്ഷേ ആ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാൻ നീണ്ട 13 വർഷമെടുത്തു. ഹലോ, യോസഫ് കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ നീണ്ട 13 വർഷമെടുത്തു. 13 വർഷത്തിനകത്ത് താൻ പൊട്ടക്കുഴിയിൽ കിടക്കേണ്ടി വന്നു, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. യോസഫിന്റെ പോത്തിഫേറിന്റെ ഭവനത്തിനകത്ത് നിന്ദിക്കപ്പെടേണ്ടി വന്നു. പക്ഷേ ഇതല്ല സ്വപ്നത്തിലേക്കുള്ള, സ്വപ്നത്തിന്റെ സമാപ്തിയിലേക്കുള്ള ഒരു വഴിയായി ദൈവം മാറ്റി. ഇന്ന് പകൽക്കാലം ദർശനം കണ്ട ദൈവമേ, സ്വപ്നം കണ്ട ദൈവമേ, നിന്റെ ജീവിതയാത്രയിൽ സ്വപ്നത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിന്നെ തകർത്തി കളയാൻ, നിന്നെ മുടിച്ചു കളയാൻ പല കുഴികളും കെണികളും പദ്ധതികളും പിശാച് ആവിഷ്കരിക്കും. പക്ഷെ നീ കണ്ട സ്വപ്നം അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ, നിന്റെ മേലുള്ള സ്വപ്നം അത് ദൈവം തന്നതാണെങ്കിൽ, അത് ദൈവം കാണിച്ചതാണെങ്കിൽ, ഒരു പൊട്ടക്കിണറിന്, ഒരു പോത്തിഫേറിന്റെ ഭവനത്തിന്, ഒരു കാരാഗ്രഹത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അതിനകത്ത് ജയം പ്രാപിച്ച് നീ കണ്ട സ്വപ്നത്തിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിവൊരു ദൈവം ഇന്ന് പകലിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നത് ആ കലപടിച്ച ദൈവത്തിന്റെ സ്വപ്നത്തിലാണ്. ചില കുടുംബങ്ങളിൽ ചില സ്വപ്നത്തിന്റെ പൂർത്തീകരണം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. ചില തലമുറയോടുള്ള ബന്ധത്തിൽ ചില സ്വപ്നത്തിന്റെ പൂർത്തീകരണം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. ചില ഭാവിയോടുള്ള ബന്ധത്തിൽ ചില സ്വപ്നത്തിന്റെ പൂർത്തീകരണം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദർശനത്തിൽ ഒരു അവധി വെച്ചിരിക്കുന്നു. അത് നിന്റെ സമാപ്തിയിലേക്ക്, ഹലോ, അത് നിന്റെ സമാപ്തിയിലേക്ക്